നാടൻ പാട്ട് കലാമത്സരത്തിൽ ഒരുപാട് അവർ കൊണ്ടുവന്ന പുതിയ സംഗീതത്തെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ജഡ്ജസാണ്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ജഡ്ജസാണ് ഉണ്ടായിരുന്നുള്ള പരാതി ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഒരുപാട് പരാതി പറഞ്ഞു. ഞങ്ങൾ അവരെയൊക്കെ പാട്ടൊക്കെ എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾ നമ്മൾ കിളിമാനൂർ ആറായി സ്കൂളിലെ കുട്ടികളാണ്. ആ കുട്ടികൾ നമ്മൾ ചേരുകയാണ്. ഈ നിങ്ങൾ ഫസ്റ്റ് കിട്ടിയത് ഏകദേശം ഫസ്റ്റും കിട്ടി. എന്തെങ്കിലും ഇവർ ഉന്നയിച്ച ആരോപണം കഴമ്പുണ്ടോ എന്തെങ്കിലും? കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടന്ന മലപ്പലയാട്ടം, ചവിട്ട് നാടകം, മൈമ തുടങ്ങിയ മത്സരങ്ങളൊക്കെ അവർക്ക് ഫസ്റ്റ് ആയിരുന്നു. ഈ ആരോപണം ഉന്നയിച്ചവർക്ക് അപ്പൊ പിന്നെ ഇതിൽ അവർക്ക് ഫസ്റ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവര് പറയുന്ന കാര്യം ശരിയാവണമെന്നുണ്ടോ? അവർക്ക് ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും ജഡ്ജ്മെന്റ് കറക്റ്റും നമുക്ക് കിട്ടുമ്പോഴത്തേക്കും അത് മോശം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ എത്ര മാസത്തെ പ്രാക്ടീസ് ആണ്? 3 മാസമായിട്ട് കൂടുതലുണ്ട്. കിട്ടുന്ന വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും. അവരെന്തിനാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്? അവർക്കല്ലേ അറിയാം. ടീച്ചർമാരെ കൂടെ ഉണ്ട്. ടീച്ചറെ, വലിയ വിഷയമായിരുന്നു ഇവിടെ, തർക്കം പോകെ ആയിരുന്നു, നമ്മൾ ഷൂട്ട് ചെയ്തു. എന്താണ് വിഷയം? എന്താണ്? അല്ല, ആ സമയത്ത് ഞാനിവിടെ ഇല്ല. പക്ഷേ പറഞ്ഞു കേട്ടു, ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെന്ന രീതി പറഞ്ഞു കേട്ടു. മത്സരം ഒരു വക ഞാൻ ഇരുന്ന് കണ്ടതാണ്. അപ്പോൾ നമ്മളും അത്യാവശ്യം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതെ. അപ്പോൾ ഈ പാട്ടുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. നമ്മളൊരിക്കലും മറ്റൊരു ഫസ്റ്റ് കിട്ടിയെന്ന് കരുതി മറ്റു ടീമുകളെ കുറ്റം പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു 2-3 മാസത്തെ കഷ്ടപ്പാടാണ് ഈ കുട്ടികളെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാത്തിലും കയറി അതുപോലെ ഈ പറയുന്ന പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ പോലും ആൾക്കാർക്ക് പ്രതികരിക്കാൻ പറ്റാതെയായി പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അവരെ പാട്ടും ഇപ്പം വീഡിയോ ഒക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. 2 പാട്ടും വേണമെങ്കിൽ അവർ പരിശോധിച്ചോട്ടെ. ഇപ്പം അപ്പീലൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെ കൊടുത്തിട്ട് അതിന് ശേഷം ജഡ്ജസ് ഇവിടുന്ന് പരിശോധിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവർ ചിലപ്പോൾ അപ്പീലിൽ കയറി വരുമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ അവർക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ മറിച്ച് അവർക്ക് ഫസ്റ്റ് കിട്ടില്ല എന്ന് വെച്ചിട്ട് മറ്റു കുട്ടികളെല്ലാം ഒക്കെ മോശമാണെന്ന് പറയുന്ന രീതിയോട് എനിക്ക് ഒട്ടും താല്പര്യം. അല്ല, ജഡ്ജസ് അങ്ങനെ പറഞ്ഞില്ല? പറഞ്ഞോ? ഇപ്പൊ അവരല്ലേ പറഞ്ഞത്? അല്ല, എനിക്ക് അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുന്നയിച്ച ഒരു ആരോപണമാണ്. കാരണം അവർ നാടൻ പാട്ടിൻ്റെ ഒരു വലിയ പഴയ വെർഷനാണ് അവർ ഫോം ചെയ്തത്. ആ വെർഷൻ മനസ്സിലാക്കാനുള്ള കഴിവ് ജഡ്ജസ് ഇല്ലാന്ന് അവർ പറഞ്ഞായിരുന്നു. അല്ല, ഇതിൽ വസ്തുണ്ടോ? പാട്ടുണ്ട് അത്തരത്തിൽ അതുപോലുള്ളൊരു പാട്ട് തന്നെയല്ലേ വരും. ഈ നാടൻ പാട്ട് മേഖല എടുത്ത് പരിശോധിക്കുമ്പം ഏത് പാട്ടാണ് നമ്മൾ പരിഗണിക്കാതിരിക്കുക? ഒരു വിധികർത്താവായിട്ട് ഞാൻ പോയി ഇരിക്കുവാണെങ്കിൽ തന്നെ ഇന്ന പാട്ട് മോശമാണ്, ഇന്ന പാട്ട് നല്ലതാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ അപ്ഡേഷൻ ഉണ്ടോ? പഴയ പാട്ട്, പുതിയ പാട്ട്, അല്ലെങ്കിൽ അതാണ് അതിന്റെ അസ്തിത്വം? പഴയ പാട്ട് തന്നെയാണ്. എന്താ മളലെന്തിനാ മളവായി തിരിഞ്ചങ്കട നിന്റെ ഇന്നലൊട്ട് പാതിര നേരവായി തിരിഞ്ചങ്കട നിന്റെ എന്താ മളലെന്തിനാ മളവായി തിരിഞ്ചങ്കട നിന്റെ ഇന്നലൊട്ട് പാതിര നേരവായി തിരിഞ്ചങ്കട നിന്റെ മണ്ടണ്ട മാളെ പായണ്ട മാളെ നേരോട്ട് മരുമാളെ ഈണ്ടലില്ല തൊട്ട കുള്ളല്ലോ നേരോട്ട് മരുമാളെ മണ്ടണ്ട
ഏതായാലും എനിക്ക് ഒരു കാര്യം തുറന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം നമ്മളെ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. ഞാൻ ഈ തിരസ്കരിക്കപ്പെട്ടവരെയും സമ്മാനാർഹരെയും ഒരുപാട് നാടൻപാട്ട് കേട്ടു. പക്ഷേ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. എവിടെയാണ് പാകപ്പിഴ വന്നത്? സംഘാടകരുടെ കയ്യിലാണോ അതോ ജഡ്ജസിൻ്റെ കയ്യിലാണോ അറിയാൻ വയ്യില്ല. ഞാനൊരു കാര്യം കൂടി, ഒരു ചരിത്രം കൂടി പറഞ്ഞുതരാം. കാരണം പണ്ട് PT ഉഷ ഓടി മത്സരിച്ചപ്പോൾ ഈ പറയുന്ന തലമുടി ഈ നാടിൻ്റെ എത്രയോ വ്യത്യാസത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണം നഷ്ടമായ കഥയൊക്കെ നമുക്കറിയാം. അതേപോലൊരു അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം ഇങ്ങനെയുള്ള മത്സരങ്ങൾ, കാരണം ഒരുപാട് പഴയ നാടൻപാട്ടെന്നല്ല പുരോഗമിച്ച് പോയി പിള്ളേർക്ക് ഒരുപാട് പഠിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സമയത്ത് കറക്റ്റായിട്ടൊരു ജഡ്ജസ് നിയമിക്കുക. ഇഴനീര് കീറി പരിശോധിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഇഴനീര് കീറി പരിശോധിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ പരാതികളൊന്നും ഒഴിവായില്ല, പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ ആവറേജ് സ്കൂളിലെ കുട്ടികൾക്ക് വിസ്മയൻസിൻ്റെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. വിസ്മയൻസിനുവേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക.